മാനസമൈനെ വരൂ മധുരം നുള്ളി തരൂ അരുമ പൂവാടിയിൽ. മതിടാ പരിക്കുട്ടി, ഞാൻ പാടും. പാടി പാടി നെഞ്ചു പൊട്ടിച്ചാകും. പെണ്ണ് പറ്റിക്കാത്ത ഏതെങ്കിലും കാമുകന്മാർ ഈ ലോകത്തുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിനക്കറിയോ, എന്റെ അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു പെട്ടി നിറയെ കാശുള്ളവരെ അമ്മുവിനെ കെട്ടിച്ചു തരുമെന്ന്. ആ വാശിക്ക് ഒരു വലിയ പെട്ടിയും പണിയായത് കൊടുത്തോണ്ട് നാട് വിട്ടവനാ ഞാൻ. കാശുണ്ടാക്കാൻ ഈ പഞ്ചാബികള് താടിയും മുടിയും നീട്ടി വളർത്തുന്നത് കണ്ടിട്ടാ ബാർബർ പണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറിയത്. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് ജന്മം ചെയ്ത യുവന്മാര് താടിയും മുടിയും വടിക്കില്ലാന്ന്. പട്ടിണിയും പരുവട്ടായി തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ ആ ഗ്യാപ്പിൽ അമ്മു വേറൊരുത്തനെ കെട്ടി. അങ്ങനെ അമ്മുവുമായിട്ടുള്ള ജീവിതം പൊട്ടി. ഇവിടെ ഇപ്പൊ പൊട്ടിയ ടയർ ഒട്ടിച്ച് കഴിയുന്നു. പഞ്ചർ കട. നീ എന്തിനാ തലൂത്തി നിൽക്കുന്ന? അവിടെ ഇരിക്കേ. എപ്പോഴും വീഴാറില്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ്. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഓക്കെ? ഇവനുണ്ടല്ലോ ഈ കാർത്തികേയൻ, 6 കൊല്ലം മുമ്പ് നാട്ടിലെന്തോ കിടുമണി ഒപ്പിച്ച് ഇവിടെ വന്നതാ. കോടീശ്വരൻ. അരിപ്പ പോലത്തെ ഒരു ജട്ടിയും ഒരു പിഞ്ഞിയ കൈലി. അതായിരുന്നു പുള്ളിക്കാരന്റെ അന്നത്തെ സമ്പാദ്യം. അന്നത്തെ അരിപ്പയുടെ അവസ്ഥ കണ്ട് ഈ എരപ്പയെ മല്ലു സിംഗ് കൂടെ നിർത്തിയതാ. പപ്പനെ പോലെ തന്നെ മല്ലുവിന്റെ വലങ്കയായിരുന്നു ഇവനും. എന്നിട്ട് ഈ തെണ്ടി കാണിച്ചത് എന്താന്നറിയോ? മല്ലുവിന്റെ മൂത്ത പെങ്ങളെ കേറി അങ്ങ് പ്രണയിച്ചു. മല്ലുവിനെ സ്പോട്ടി ചവിട്ടി എടുത്ത് വെളിയിൽ കളഞ്ഞു. മോനെ, എന്നെ നോക്കി. ഞാൻ നല്ല ഗ്ലാമർ അല്ലേടാ? എനിക്ക് എന്താണ് ഒരു കുറവ്? അന്ന് ഇച്ചിരി കറുത്തായിരുന്നു. അതൊരു തെറ്റാണോ? ആ ഒറ്റ കാരണം കൊണ്ട് ആ മല്ലുത്തണ്ടി അവന്റെ വെളുത്ത പെങ്ങളെ എനിക്ക് തരാണ്ടിരുന്നത്. മോനെ, എന്തോ നീ കേക്കണം. ആ മല്ലു പബ്ലിക്കായിട്ട് പറഞ്ഞാടാ അവന്റെ പെങ്ങളെ വെളുത്തൊരാൾക്ക് മാത്രമേ കൊടുക്കൂന്ന്. നിനക്കറിയോ? അതുകൊണ്ട് 1 കിലോ ഫെയർ ഓൺ ലവ്ലി ഞാൻ ഒരു ദിവസം തേക്കണം. കുറച്ചൊക്കെ തിന്നുകയും ചെയ്യും. എനിക്കിപ്പോ സൂര്യനെ പേടിയാടാ. അതുകൊണ്ട് മാത്രമാ ഞാൻ ഈ സാധനം ചുമന്നുകൊണ്ട് നടക്കണം. നീ കള്ളു ഷാപ്പിക്കാരന പോലെ തലയിൽ മുണ്ടിട്ട് പതുങ്ങി വരുന്നത് ഇതാരെ പേടിച്ചു? മല്ലുവിനെ അല്ലാതാരെയാ? എടാ, ഞാൻ ഇപ്പോഴും ഈ വൃത്തികെട്ടവന്റെ കൂടെയാന്ന് പറഞ്ഞ അവന്റെ നട്ടല് ചവിട്ടി ഓടിക്കും. അതാ മോനെ, നീ പേടിക്കണ്ടടാ. ഇവൻ പ്രശ്നക്കാരനല്ല, നമ്മുടെ കമ്പനിയാ. ഇവൻ പ്രശ്നക്കാരനാകും. മല്ലുവിന്റെ പെങ്ങന്മാരാരെങ്കിലും നോക്കിയെന്നറിഞ്ഞു? ആരാടാ മല്ലുവിന്റെ പെങ്ങന്മാരെ നോക്കിയത്? ഞാനൊന്നുമല്ല. ഞാൻ ഇവനൊരു താക്കീത് കൊടുത്തു. കൊടുത്തോ. അത് മാത്രം ഞാൻ സഹിക്കില്ല. മല്ലുവിന്റെ പെങ്ങന്മാർ എന്റെയും പെങ്ങന്മാരാ. നിനക്ക് അടിക്കണം? അടിക്കും. മല്ലുവിന്റെ പെങ്ങന്മാരെ ആര് നോക്കിയാലും ഞാൻ അടിക്കും. അതല്ലടാ, സ്മോൾ അടിക്കണോ? അതും ഞാൻ അടിക്കും. അത്ര അടിക്കണ്ട, കുറച്ച്. ഇവൻ എത്തിക്കണിയാണോടാ? ഏയ് ഹനുമാൻ, ഹനുമോൻ ഒരു അരി അന്വേഷിച്ചു വന്ന. ഏത് ഹരി? നിന്റെ ബീഡി പയ്യനാ? ആശവൊന്നുമല്ല, ഹരീന്ദർ സിംഗ്. എന്തിന്? അത് പറയാ, നീ അടി. നീ പറയുന്ന ഹരി നാട്ടിലാരായിരുന്നു? ആരായിരുന്നു എന്നല്ല, ആരായിരുന്നില്ല എന്ന് ചോദിക്കുന്നതാ ശരി. ഹരി നാട്ടിലെല്ലാമായിരുന്നു. മണ്ണാന്തൊടി ഗ്രാമപഞ്ചായത്തിന്റെ കൊയ്ത്തുത്സവത്തിന് മുന്നോടിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാകായിക മത്സരങ്ങൾക്ക് സമാപനം കുറിച്ച് ഈ തെക്കേക്കണ്ടം മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാശിയേറിയ കബഡി മത്സരത്തിൽ ഇത്തവണയും ഹരിനാരായണ നയിക്കുന്ന തെക്കും ഭാഗത്തുകാരുടെ ടീം വിജയിക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. അതെ, ഹരിയുടെ ഒറ്റയാൾ പോരാട്ടം ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കബഡി 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 കബഡി
ആ എങ്ങനെയുണ്ട് കണ്ടക്കൂര കാര്യങ്ങള് ഉഷാറല്ലേ? അത് പിന്നെ പറയാനുണ്ട വല്യമ്പ്ര. വല്യമ്പാട്ട കൊയ്ത്ത് എന്നാ മോശമായിട്ടുള്ളേ. ആ കൊച്ചമ്പ്രാൻ എത്തിയില്ലല്ലോ. അവൻ ഇപ്പൊ വരാനോ? നെല്ല് പുഴുങ്ങി കുത്തി അരിയാക്കി അടുപ്പത്ത് ചോറ് തിളയ്ക്കുമ്പോ വരും ഞെളിഞ്ഞിരുന്ന് ഉണ്ണാൻ. അതാവുമ്പോ മേലനങ്ങണ്ടല്ലോ. ഈ വല്യമ്പ്രാനും കൊച്ചമ്പ്രാനും ചേരൂലല്ലോ. കീരും പാമ്പും പോലെയാണ്. എന്താണേലും കൊച്ചമ്പ്ര ഉണ്ടെങ്കിലേ കൊയ്ത്തൊന്ന് കൊഴുക്കുള്ളൂ. ഇനിയിപ്പോ സമയം തെറ്റിക്കണ്ട, നമുക്കൊക്കെ തുടങ്ങാം. രാഘവന്നാരെ കൊയ്ത്തിനിറങ്ങാൻ വരട്ടെ. ചെറുപറമ്പത്തുകാരുടെ വീതം കൊയ്യാൻ അതിന് അവകാശപ്പെട്ടവർ വേറെയുണ്ട്. ഓഹോ, ദാ ഇവര് വേണമെങ്കിൽ ഒരു ഓഹരി അരിക്കും കൊടുത്തേക്കാം. ഒന്നുമില്ലെങ്കിൽ രക്തബന്ധമായി പോയല്ലോ. ഇത് ഇവരുടെ അവകാശമാ. ഇവരുടെ അവകാശം? എന്തവകാശം? ഇത്രയും കാലം കൊയ്യിച്ചത് രാഘവൻ നായരാണെങ്കിൽ ഇനി അത് തന്നെ നടക്കും. ഈ പാടത്തെ വിത്തിറക്കിയത് ഞാനാ. അത് കൊയ്യിക്കാനും എനിക്കറിയാം. ഇത്രയും കാലം വിത്തിറക്കേണ്ട കഥയൊന്നും താൻ പറയണ്ട. ഹരിയുടെ തണ്ട, അതായത് എന്റെ അനിയൻ, വെളിവില്ലാതെ മരണക്കിടക്കെ കിടന്നപ്പോ തനിക്കെഴുതി തന്ന പവർ ഓഫ് അറ്റോർണിയുടെ ഒറ്റ ബലത്തിലാ ഈ കാണുന്ന മുതലൊക്കെ ഇത്രയും നാളും പിടുങ്ങി വെച്ച് അനുഭവിച്ചത്. ഇനി മതി, കാലം മാറിപ്പോയി രാഘവൻ നായരെ. പിള്ളേരൊക്കെ ഒരുപാടങ്ങ് വളർന്നു. ദാ കണ്ടോ, യുവമാരും മതം പൊട്ടിയാ നിക്കണേ. ആണോ? എന്റെ ഗോവിന്ദമാമേ, ഈ മതം പൊട്ടി നിക്കണ ആനയും കൊണ്ടാണോ കൊയ്ത്ത് കാണാൻ വന്നേക്കണേ? അല്ലെന്നാണ് വാശാനെ. ഈ പിടിയാനയ്ക്ക് മതം പൊട്ടുവോ? അത് പിന്നെ ഈ മതം പൊട്ടാനുള്ളതാണല്ലോ. ഇത് പക്ഷെ കുരു പൊട്ടിയതാ. അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ കുരയ്ക്കുള്ളൂ, കടിക്കില്ല. അച്ഛൻ അതങ്ങോട്ട് മൂപ്പന് കൊടുക്കുക. സമയം തെറ്റിക്കണ്ട. മോനെ ഹരി, നിനക്ക് അവകാശപ്പെട്ട മുതലാ അയാൾ വെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നത്. അത് ചോദിക്കാനാ നിന്റെ ഈ കൂടപ്പിറപ്പുകൾ വന്നിരിക്കുന്നത്. അറിയാലോ, ഒറ്റ ചോരയാ നിങ്ങള്. അറിയാം. പക്ഷെ അവന്മാർ ഈ ചെറ്റ പൊക്കാനും അതിരുമാന്താനായിട്ട് പെറപ്പേട് കാണിക്കുമ്പോഴേ ഞാനതങ്ങ് മറക്കുന്നത്. ഇനിയെങ്കിലും ഇവന്മാർക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിൽ ചത്ത് കഴിയുമ്പോഴേ വായ്ക്കരിയുടെ ആളില്ലാണ്ട് വരും. ആട്ടും തുപ്പും കൊണ്ടൊരു പട്ടിയെ പോലെ നീ ഇയാളെ കാൽ ചവിട്ടി കിടന്നോ, ഒരു ദിവസം നിന്നെ ഇയാളെ ചവിട്ടി പുറത്താക്കും. നോക്കിക്കോ. മനസ്സേകാഗ്രമായിരിക്കണം, എങ്കിലേ നീക്കങ്ങൾ ഗണിക്കാൻ പറ്റൂ. കളിയിലായാലും ജീവിതത്തിലായാലും. നിന്റെയൊക്കെ ചോരത്തിളപ്പുള്ള പ്രായത്തില് ഞാൻ വെട്ടിപ്പിടിച്ചതാ ഈ കാണുന്നതൊക്കെ. ഇപ്പൊ പലതും കാണുമ്പോ നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. അച്ഛനെന്താ ഉദ്ദേശിക്കുന്നത്? വല്യമ്പാട്ടെ രാഘവൻ നായർ വെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്നത് 1-2 ഏക്കറല്ല, 100 ചില്ലുവാനും ഏക്കറാ. മറ്റു വസ്തുവകകൾ വേറെ. നേരെ വാ നേരെ പോന്ന് പറഞ്ഞിരുന്ന നിനക്കൊന്നും ഒരു തുണ്ട് ഭൂമി പോലും കിട്ടില്ല. ആകെ അതിന് അവകാശം ആ ഹരിക്ക് മാത്രമേ ഉള്ളൂ. ആ ഭൂമി നിനക്കൊക്കെ വീതിച്ചെടുക്കാം. അതിന് കളി ഒന്നേ ഉള്ളൂ, തീർക്കണം രണ്ടിനെയും, അമ്മാവനെയും മരുമകനെയും. എന്നിട്ട് കർമ്മം ചെയ്യേ, ആത്മശാന്തിക്ക്. അതിനുള്ള അവകാശമുണ്ട്. അനന്തരാവകാശികളല്ലേ. രക്തബന്ധമാകുമ്പോ ചിലപ്പോ കൈവിറയ്ക്കും. ഈ കൈ വിറച്ചിട്ടില്ല. ഹരിയുടെ തന്തയെ, എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ ഈ കൈ കൊണ്ട് തീർത്തു കളഞ്ഞപ്പോ പോലും. പക്ഷേ അന്നൊരബദ്ധം പറ്റി, ഹരിയെ ബാക്കി വെച്ചത്. ഇന്ന് ഞാനതിൽ പശ്ചാത്തപിക്കുക. ആ വിഷമം ഇനി അച്ഛന് വേണ്ട. തീർത്തോളാം രണ്ടിനെയും.